നോമ്പ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വ്രതം, ഫാസ്റ്റിംഗ്, അത് പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അത് 3 ഞാൻ 3 P എന്നാണ് പറയാം. ലെറ്റർ P. നമ്പർ 1 ഇസ് പേഷ്യൻസ്. നമ്മൾ എത്രയോ ചിലപ്പം ഭക്ഷണപ്രിയരായിരിക്കും. നിങ്ങൾ ഭക്ഷണപ്രിയരാണോ? ഞാൻ ശ്രദ്ധിച്ച ചില ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ സ്റ്റാർ ഹോട്ടലായിരിക്കും, അവിടെ ചിലപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യും. നമ്മൾ ട്രെയിനീസിന് സെർവ് ചെയ്യുന്നുണ്ടോ, പക്ഷേ നമ്മൾക്ക് ഒരിക്കലും തോന്നൂല ഭക്ഷണം കഴിക്കാൻ. അവിടെ നമ്മൾ ആദ്യത്തെ പഠിക്കുന്ന പേഷ്യൻസാണ്, ക്ഷമയാണ്. റൈറ്റ്. രണ്ടാമത്തത്, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവണം. കാരണമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ജീവിതത്തിൽ. അത് കല്യാണം കേൾക്കൽ തന്നെ ഒരു കാരണം ഉണ്ടാവില്ല. ഇവിടെ ഇന്ന് നമ്മൾ ഈ 3 പേര് സംസാരിക്കുന്ന ഒരു കാരണം ഉണ്ടാവണം, അല്ലെ? കാരണം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള, അതിനാണ് പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കുള്ള പർപ്പസ് എന്താ? നമ്മൾ ഈ വ്രതത്തിനൊരു പർപ്പസ് ഉണ്ട്, അല്ലേ? നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട്. മൂന്നാമത്തെ പെർസിവിയറൻസാണ്. അതായത് എന്തുണ്ടായാലും ഞാൻ ആ ഒരു ടൈമുണ്ട് നമുക്ക്, ആ ടൈം വരെയാണല്ലോ നമ്മൾ ഈ വ്രതം വെക്കല്. 6:30, 7 o'clock, whatever it is. മനസ്സിലായില്ലേ? ആ ഒരു ടൈം വരെ ഞാൻ ചെയ്യും, തീർക്കുന്നുള്ള ഈ 3 ലെസൺസ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം. അതൊരു ലീഡറിനാവണം. ഒരു ലീഡറിന് വേണ്ടത് 3 പേഷ്യൻസ്. കാരണം ഇന്നൊരു ബിസിനസ് തുടങ്ങിയാൽ ഇന്നെ വിജയിക്കാൻ പോകില്ല. ഇറ്റ് ടേക്സ് ടൈം, എ ലോട്ട് ഓഫ് ടൈം. തോൽവി ഉണ്ടാവും, ജയം ഉണ്ടാവും. രണ്ടാമത്തെ, എന്തിനാ ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ഒരു ക്ലിയർ ആയിട്ട് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, വൈ അറിയണം. മൂന്നാമത്തേത്, ലാസ്റ്റ് വരെ എത്തിക്കുന്ന ആള്, അല്ലേ? ചിലവരുണ്ട് സ്റ്റാർട്ട് ചെയ്യും, ചിലർ സ്റ്റാർട്ടേഴ്സാ, ചിലർ പ്ലെയർമാരാ. പ്ലെയർ എന്ന് വെച്ചാൽ അവർ കളിക്കുന്നുണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ എവിടെ കളിക്കുന്ന അവർക്ക് അറിയില്ല. ഈ ലാസ്റ്റിലെ ലീഡർ മാത്രമേ ഉള്ളൂ ലാസ്റ്റിൽ എത്തിക്കുക. അതിന് പെർസിവിയറൻസ് വേണം. അപ്പൊ ഞാൻ ലേൺ ചെയ്യുന്ന ഒരു ലെസൺ, നമ്മളെല്ലാവരും ലേൺ ചെയ്യുന്നത് ആസ് എ ലീഡർ, ഈ ഒരു 3 P ആണ്.